നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഒടുവിൽ അവർ മമ്മൂട്ടിയും തേടിയെത്തി. മലയാളികളുടെ അഭിമാനമായ മമ്മൂക്കായെ തേടി ആ സംഖ്യകൾ എത്തിയിരിക്കുകയാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. നിങ്ങൾ പണ്ടേ ഇങ്ങനെയാണ്. മമ്മൂക്കായെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്? മമ്മൂക്ക ആരെന്നാണ് നിങ്ങളുടെ വിചാരം? മലയാളികളുടെ എന്നും അഭിമാനത്തോടു കൂടി എവിടെയും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു അതുല്യ പ്രതിഭയാണ് മമ്മൂട്ടി എന്ന് നമുക്ക് പറയാൻ അഭിമാനമാണുള്ളത്. ഇവിടെയൊന്നും തീരുന്നില്ല. മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ കുറേ പറയേണ്ടതായി വരും. പത്മശ്രീ മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പാനിപ്പറമ്പിൽ എന്നാണ്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമാണ് ആ മൂന്നക്ഷരം. ആരും ചങ്കൂറ്റത്തോടു കൂടി തന്നെ പറയും, ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമാണ് ആ മൂന്നക്ഷരം. മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി എന്ന മഹാനടൻ നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനമിറങ്ങിയ കാതലും ബ്രഹ്മയുഗവും. 1951 സെപ്റ്റംബർ 7 എറണാകുളത്തിനടുത്ത് ചെമ്പിലാണ് മമ്മൂട്ടി ജനിച്ചത്. മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവും എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും നിയമപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലെത്തുന്നത്. ദീർഘദൂരം യാത്ര ചെയ്താണ് മമ്മൂക്ക ഇവിടെ വരെ എത്തിയത്. അതിലെല്ലാം മമ്മൂക്കായെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രേക്ഷകരുണ്ട്. പിന്നെ നിങ്ങൾ മമ്മൂക്കായ സംഖ്യകൾ വിമർശിച്ചാലും അത് ചോദ്യം ചെയ്യാൻ ഒരു സമൂഹമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. 1980 ഇറങ്ങിയ മേള എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് മമ്മൂക്ക. മറക്കരുത് നിങ്ങൾ. എത്ര സിനിമകളാണ് മമ്മൂക്ക പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയത്? എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. സിനിമയുടെ പട്ടികകൾ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. എങ്കിലും ചില സിനിമകൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, യവനിക, ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, തനിയാവർത്തനം, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, കാഴ്ച, ഭൂതക്കണ്ണാടി, ഒരു CBI ഡയറിക്കുറിപ്പ്, വിധേയൻ, അമരം, ധ്രുവം, പൊന്തമ്മാട, കറുത്തപക്ഷികൾ, ഒരേ കടൽ, പ്രാഞ്ചിയേട്ടൻ, പേരമ്പ്, പത്തേമാരി, പുഴു, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, ബ്രഹ്മയുഗം തുടങ്ങി 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മമ്മൂക്ക. ആ മമ്മൂക്കായെ നിങ്ങൾ സംഖ്യകൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ നോക്കി നിൽക്കുന്നവരല്ല മലയാളികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ടെർബോ ജോസിനെ. അതിനിടയിലാണ് നിങ്ങൾ പുഴുക്കുത്തുമായി വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ മമ്മൂക്ക അഭിനയിച്ചു വെച്ച സിനിമകൾ ഇന്ത്യൻ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം മമ്മൂക്ക അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മണൽ വീഴാൻ പോലും സമ്മതിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഇത്രമാത്രം പിന്തുണയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ മലയാളികളും പിന്തുണയായി എത്തുന്നു. ചില സംഖ്യകൾ മാത്രം പിന്തുണയ്ക്കുന്നില്ല. അതും മമ്മൂക്കാക്കൊരു വിഷയമല്ല. കാരണം മമ്മൂക്ക എന്നും ആളുകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കായോടൊപ്പം ചേർന്ന് നിൽക്കാനും ഞങ്ങൾക്കും ഇഷ്ടം. ഏതോ എവിടെയോ കിടന്ന ആൾ എന്തോ പറഞ്ഞുവെന്ന് പറഞ്ഞ് മമ്മൂക്കായെ സംഖ്യകൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേട്ടു നിൽക്കുന്ന സമൂഹമല്ല കേരള ജനതകൾ. എത്രയോ പേരാണ് പിന്തുണയുമായി മമ്മൂക്കാക്ക് എത്തിയത്. പിന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള പുഴുക്കുത്തുകൾ എന്തെങ്കിലും പറഞ്ഞാൽ തളർന്നു പോകുന്നതോ തകരുന്നതല്ല മമ്മൂട്ടി എന്ന ആ മൂന്നക്ഷരം. ഉണ്ടാകും, കൂടെ ഉണ്ടാകും. കേരളത്തിലല്ല, ലോകത്തെവിടെ മലയാളികളുണ്ടായാലും മമ്മൂക്കാക്ക് പിന്തുണയുമായി ഉണ്ടാകും. അതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മമ്മൂക്കാക്ക് പിന്തുണയേറുന്നത്. നിങ്ങൾ നന്നാകില്ല, അതുറപ്പാണ്. എന്തിനാണ് വാപ്പ എന്നെ തല്ലുന്നത്? ഞാൻ നന്നാകില്ല. ആ പഴഞ്ചൊല്ലാണ് എനിക്ക് പറയാനുള്ളത്. കാത്തിരിക്കാം മമ്മൂക്കാടെ ടെർബോയ്ക്ക് വേണ്ടി, ആ ജോസൂട്ടിക്ക് വേണ്ടി, ആ ടെർബോ ജോസിന് വേണ്ടി, ആ ജോസച്ചായന് വേണ്ടി. അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ കയറി മേയണ്ട കേട്ടോ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഓക്കെ, നന്ദി.